ഹായ് ആർമി, ഞാൻ സുസേനി വന്നിട്ടുണ്ട്. ഇത്തിരി എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എപ്പിസോഡിന് വലിയ ലെങ്ത് ഇല്ല. കാര്യം എൻ്റെ കണ്ണിയുടെ ചെറിയ പണി കിട്ടിയിരിക്കുവാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് ഫോണൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഫോൺ എടുക്കുന്നത് കണ്ട വീട്ടുകാരെന്നെ കൊല്ലും. അത് കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച് അത്ര എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കുറച്ചും കൂടെ ലെങ്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എപ്പിസോഡ് എല്ലാവരും പോയി കാണും. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. ആറിയ വാ. ഹായ് പാർസർ, ഹായ് റിപ്പീറ്റ്. നിങ്ങളൊക്കെ കണ്ടിട്ട് കുറേ നാളായി. ഞാനിന്ന് ലീവ് കഴിഞ്ഞ് ഓഫീസിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് പോകാമെന്ന് കരുതി, അതുകൊണ്ട് വന്നതാ. ആറിയ, ഇപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഓക്കെയാ. ഇപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോ വീട്ടിലാരോ ഉള്ളേ അച്ഛനെ നോക്കാൻ? വീട്ടിലാരും ഇല്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ നോക്കാൻ വേണ്ടി ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർസർ, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ്. ഇതുവരെ വന്നില്ലേ? ഞാൻ ക്യാബിനെ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. ത്രിലോകേട്ടൻ വരെ വന്നില്ല. ത്രിലോകേട്ടൻ ഒരു കാര്യത്തിന് പുറത്തു പോയേക്കുക. ആണോ? എന്നാ ശരി ശരി സാർ. ഓ, വയ്യാവേലി വന്നു. ഇത്രയും ദിവസം സമാധാനം ഉണ്ട്. ഞാൻ സമാധാനം പോയി കിട്ടി. അവിടുത്തെ ത്രിലോകേട്ട കാണാൻ സമാധാനം കിട്ടിയില്ലെന്ന് തോന്നുന്നു. വന്നപ്പോഴും അങ്ങനെ തിരക്ക് നടക്കുവാണല്ലോ. അച്ഛൻ എങ്ങനെയുണ്ടടി? അച്ഛന് കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇപ്പൊ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോ അച്ഛൻ ആരാ അവിടെ നോക്കാനുള്ളേ? ഞാൻ വീട്ടിൽ ഹോം നേഴ്സിനെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയതാ. പിന്നെ നിനക്ക് അറിയാലോ ഇവിടുത്തെ പ്രശ്നം. വേറെ കാര്യമൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. എല്ലാം കാരണം വിളിക്കാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്യുന്നവരെന്ന സമയത്ത് എനിക്ക് ലീവും തന്നു. നാട്ടിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ സിദ്ധോട്ടും കൂടെ റെക്കമെൻഡ് ചെയ്ത് തരും. പിന്നെ ഓപ്പറേഷനാണ് പൈസ ഒക്കെ ചെയ്ത് നീ. അത് ഞാൻ നിന്നോട് താങ്ക്സ് പറയണ്ടേ? നമ്മളുടെ ടാങ്ക്സിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? താങ്ക്സ് വേണ്ടെങ്കിൽ വേണ്ട. കൺഗ്രാജുലേഷൻ മോനെ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ്. അച്ഛൻ്റെ ഓപ്പറേഷനിൽ സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കല്യാണക്കുറി വരുന്നത് അത് കണ്ട് ഞാൻ ഞെട്ടി. നീ മീനാക്ഷിനെ കെട്ടുമെന്ന് കരുതി ഞാൻ ഇരുന്നത്. പക്ഷെ നീ ലക്ഷ്മിനെ കെട്ടാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. അതിന് ഞാൻ ഞെട്ടിയത് പാളത്ത് മീനാക്ഷിനെ കെട്ടാൻ പോകുമെന്ന് പറഞ്ഞിട്ടാ. എന്തായാലും കൊള്ളാം. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സൈഡ് ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു. നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ കരുതുന്ന പോലെ ഒന്നുമില്ല. ഞാൻ ഇനി എന്ത് കരുതാനാടാ. എന്തായാലും കൊള്ളാം. ആർ യു ഹാപ്പി? എനിക്ക് അത് കേട്ടാൽ മതി. പിന്നെ ത്രിലോക്, എൻ്റെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് നമ്മുടെ പഴയ റിലേഷൻഷിപ്പിന് മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് മാറ്റം? ഒരു മാറ്റവും ഇല്ല. നമ്മൾ എങ്ങനെയാണോ നേരത്തെ അതുപോലെയൊക്കെ തന്നെ. കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്ക് മാറാനൊന്നും പറ്റത്തില്ല. എനിക്ക് അത് കേട്ടാൽ മതി. എന്നാൽ ശരിയടാ, ഞാൻ പോയി എല്ലാവരും ഒന്ന് കാണട്ടെ. ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ത്രിലോകേട്ടാ, നിങ്ങളിതെന്ത് ഭാവിച്ച? ത്രിലോകേട്ട, നിങ്ങൾക്ക് ഇവരുടെ റിലേഷൻഷിപ്പ് നിർത്തിക്കൂടെ? ഞാനെന്തിനാ അത് നിർത്തുന്നേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങളൊരു മാരീഡായ പേഴ്സണാണ്. അത് നിങ്ങൾ മറന്നുപോയോ? അതിന് ഞാനൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റത്തില്ലേ? ഞാനെന്താ ലക്ഷ്മിയുടെ പുറകെയുള്ള സാരത്തും പിടിച്ചുകൊണ്ട് നടക്കണോ? ഓ ത്രിലോകേട്ടാ, ലക്ഷ്മിയുടെ സ്ഥാനത്ത് ഇപ്പം മീനുമായിരുന്നെങ്കിൽ എനിക്ക് ത്രിലോകനോട് ചോദിക്കേണ്ട വരില്ലായിരുന്നല്ലോ അല്ലേ? അങ്ങനെ ഫൈനലി നീ തിരിച്ചെത്തിയല്ലേ? പക്ഷെ നീ കുറച്ച് ലേറ്റായിപ്പോയല്ലോ. അല്ല, എന്തർത്ഥത്തിലാണ് നീ ലേറ്റായിപ്പോയെന്ന് പറഞ്ഞത്? അവന്മാരുടെ കല്യാണം കഴിഞ്ഞതോ? അവന്മാരുടെ കല്യാണം കഴിഞ്ഞിരുന്നതിന് ഒരു കുഴപ്പമില്ലേ? സത്യം പറയുവാണെങ്കിൽ ഇല്ല. എൻ്റെ പ്ലാൻ ഇവന്മാരെ ഒരുത്തനെ കെട്ടി സുഖമായിട്ട് ജീവിക്കാമെന്നൊന്നുമല്ല. പിന്നെ എന്താ നിന്റെ പ്ലാൻ? അത് നീ വഴിയെ കണ്ടോ. പിന്നെ ത്രിലോക് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ. പിന്നെ പാർത്ത് അവനെ താമസിക്കാതെ ഞാൻ എൻ്റെ കയ്യിലാക്കും. പിന്നെ ആ മീനാക്ഷി
ലക്ഷ്മി. അവളുമാര് കുഞ്ഞുങ്ങളല്ലേ, എനിക്ക് അവളുമാരൊരു മാറ്ററേ അല്ല. അവളുമാരെ ഞാൻ നോക്കിക്കോളാം. ലച്ചു, മീനു, നിങ്ങൾ നാളെ തൊട്ട് കോളേജിൽ പോയി തുടങ്ങിക്കോ. ഇത്ര ദിവസം ലീവ് എടുത്തില്ലേ, ഇനി ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം ഒക്കെ വരുമല്ലേ. ആ അപ്പച്ചി, ഈ മീനോട് ഇതെന്ത് പറ്റി? മീനു, എന്താണ് പറ്റിയേ? അപ്പച്ചി കോളേജിൽ പൊക്കോളം പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാ. എടി, ഞാൻ പഠിത്തം നിർത്തിയാലൊന്ന് ആലോചിക്കുക. എനിക്ക് കോളേജിൽ വരാൻ പറ്റത്തില്ല. എനിക്ക് അർജുനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. മീനു, നീ എന്താണ് പറയുന്നത്? അർജുനെ ഫേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ കോളേജ് വരാതിരിക്കാനോ പഠിത്തം നിർത്താനോ? എടി, എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. മീനു, നീ എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. കുഞ്ഞുനാളോട്ട് സ്നേഹിച്ച ആളെ വേണ്ടെന്ന് വെച്ച് അയാളുടെ അനിയനെ കല്യാണം കഴിച്ച് അയാൾ താമസിക്കുന്ന അതേ വീട്ടിൽ അയാളുടെ മുന്നിലൂടെ നടക്കുക. എൻ്റെ അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് കോളേജിൽ പഠിക്കുന്ന, അത് നമ്മുടെ ക്ലാസ്സിൽ പോലും അല്ലാത്ത ഒരാൾ, അയാളെ ഫേസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ കോളേജ് വരില്ല, പഠനം നിർത്തണമെന്നൊക്കെ പറയുന്നേ. നീ നോക്ക്, നീ അർജുൻ ചേട്ടനെ കാണുമെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം നീ അർജുൻ ചേട്ടനാണ് കണ്ടുകൊണ്ടിരുന്നത്. നീ കാണണ്ടെന്ന് വിചാരിച്ചാൽ കാണില്ല. അതുകൊണ്ട് നീ നിന്റെ പഠനം നിർത്തണ്ടോ കോളേജ് വരാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാനില്ലേ, എല്ലാം ഞാൻ ശരിയാക്കാം. ത്രിലോക്, എന്തറിയോ? എന്താണെന്നോ, നമ്മൾ എത്ര മാസമായി ഒന്ന് കണ്ടിട്ട്. ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തെന്ന് നിനക്കറിയോ? റിയ, വേണ്ട വിട്. റിയ, ഞാൻ ഓക്കെ അല്ല, വിട്. വീട്ടിൽ പോകാൻ ടൈമായി. അവിടെ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. വാ പോകാം. റിയ, ബൈ, ഞാൻ പോവാ. റിയ, നീ അവിടെ നിന്ന് നിന്നേ. ഇത്ര നാൾ നിങ്ങളുടെ ഈ മറ്റേ പരിപാടിനെ പറ്റി ഞാൻ അക്ഷരം വേണ്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം പറയുക, ഇന്നത്തോടെ നീ അവന് പുറകെ നിനക്ക് നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാ ശരി. അതും പറഞ്ഞ് പാർത്ത് അവിടെ നിന്ന് അങ്ങ് പോയി. നീ അങ്ങ് നിർത്താൻ പറഞ്ഞ നിർത്താൻ നിൽക്കുവാണ് ഞാൻ. പിന്നെ എൻ്റെ അടുത്ത ലക്ഷ്യമേ നീയ. ത്രിലോകേട്ടാ, എന്താ? അപ്പച്ചി ഇന്നോട്ട് കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇന്നോട്ട് കോളേജിൽ പോവാ. അത് പറയാൻ വന്നതാ. അല്ല, ഇതൊക്കെ നീ എന്തിനാ എന്നോട് വന്ന് പറയുന്നേ? നിങ്ങളോടല്ലാതെ പിന്നെ ഞാൻ വേറെ ആരോടാ പറയേണ്ടത്? നിങ്ങളല്ല എൻ്റെ ഭർത്താവ്, അതുകൊണ്ട് നിങ്ങളോട് വന്ന് പറഞ്ഞത്. എന്നാ ശരി, ഞാൻ താത്തിട്ട് പോട്ടെ. പോയി ചെറിയ ചായ എടുത്തോണ്ട് വരാം. ഇവിടെ എന്ത് പോവിച്ച? മീനാക്ഷി, നീ ഇതോടെ പോകാൻ ഒരുങ്ങുക? കോളേജിലോ? അതിന് ഞാൻ നിനക്ക് കോളേജിൽ പോകാൻ സമ്മതം തന്നോ? നിർമ്മലമ്മ പറഞ്ഞു ഇന്നോട്ട് കോളേജിൽ പൊക്കോളാം. നിർമ്മലമ്മയല്ലല്ലോ നിന്നെ കേട്ടിയത്, ഞാനല്ലേ. ഞാൻ സമ്മതിച്ചിട്ട് നീ കോളേജിൽ പോയാൽ മതി. മോള് കോളേജിലൊന്നും പോകണ്ട, ഇവിടെ ഈ വീട്ടിലങ്ങിരുന്നാ മതി. നീ പോകണ്ടെന്ന് പറഞ്ഞ നീ പോകണ്ട. നീ ഇവിടെ അങ്ങ് ഇരുന്നാ മതി. നീ എന്തിനാ കോളേജിൽ പോകുന്നതൊക്കെ എനിക്കറിയാം. നിന്റെ മറ്റവനെ കാണാനല്ലേ. അവൻ്റെ കൂടെ നീ അങ്ങനെ ഉണ്ടാക്കണ്ട. നീ ഒരു കാര്യം ചെയ്യിപ്പോ, എനിക്ക് ഒരു ചായ ഇട്ടുകൊണ്ട് വാ. ആ മീനു, മീനു, എന്താണ് പറ്റിയ? നീ കരയുമായിരുന്നോ? എന്താണ് കാര്യം? ഞാൻ കോളേജിൽ വരുന്നില്ല, നീ തന്നെ പൊക്കോ. മീനു, അതെന്താ? ഇന്നലത്തെ കാര്യമാണെങ്കിൽ അത് ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെന്താടി?
അതൊന്നുമല്ല. പിന്നെ എന്താ നീ പറ. എടി അത് പാർത്തേട്ടൻ സമ്മതിച്ചില്ല കോളേജിൽ പോകാൻ. എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പാർത്തേട്ടനോ അങ്ങനെ പറഞ്ഞു? ഓ, അവൻ അങ്ങനെ പറഞ്ഞു. അന്ന് അവനെ പറ്റി ചോദിച്ചിട്ടേ കാര്യമുള്ളൂല്ലോ. വേണ്ട, ചോദിക്കണ്ട. മീനു, നിങ്ങ മാറിക്കേ. ഞാൻ അവിടെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. നിനക്ക് കോളേജിൽ പോകാൻ അവന്റെ അനുഭവത്തിന്റെ ആവശ്യമുണ്ടോ? അതൊന്നും അറിയണല്ലോ. നിങ്ങ മാറിക്കേ. വേണ്ട, പോകണ്ട, ഇവിടെ നിക്ക്. മീനു, നീങ്ങി മാറിക്കേ. ഞാൻ ഇവിടെ ചോദിക്കട്ടെ. അവൻ നിന്നെ കെട്ടിന്ന് പറഞ്ഞ അവന്റെ കളിപ്പാവേ അല്ല നീ. അവൻ പറയുന്ന മുഴുവൻ അങ്ങോട്ട് അനുസരിച്ച് അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്. നിനക്ക് കോളേജിൽ പോകണമെങ്കിൽ അവന്റെ അനുഭവത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നീങ്ങ മാറ്. എന്താ ഇവിടെ പ്രശ്നം? അപ്പച്ചി അത് പാർത്തേട്ടൻ മീനോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പാർത്തോ? അവൻ അങ്ങനെ പറഞ്ഞു? മീനു, അവൻ പറഞ്ഞു നീ കാര്യാക്കണ്ട. നീ ഒരുങ്ങി കോളേജിൽ പോകാൻ നോക്ക്. ഞാൻ അവരോട് സംസാരിച്ചോളാം. നിർമ്മലമ്മ വേണ്ട. പാർത്തേട്ടൻ. മീനു, നിന്നോട് ഞാൻ കോളേജിൽ പോകാൻ പറഞ്ഞില്ലേ? നീ പോക്കോ, ഞാൻ അവരോട് സംസാരിച്ചോളാം. പാർത്ത്, നീ മീനോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. നീ പറയുന്ന കാണിക്കുന്നൊന്നും ഞാൻ കാണുന്നില്ലെന്ന് നീ വിചാരിക്കില്ല. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര മോശമാണ് പാർത്ത്. മീനോട് എന്ത് ചെയ്തിട്ടാ നീ മീനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ലൈഫ് നശിച്ചു പോലും എന്ന് കരുതിയത് കൊണ്ട് മാത്രം ഞാൻ മീനുവിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് പോലും. ഞാൻ രമ്യയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. മീനു നന്നായിട്ട് നോക്കിക്കോളാം, അവളെ പഠിപ്പിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് കല്യാണത്തിന് സമർപ്പിച്ചത് പോലും. എന്നെ എത്ര കഷ്ടപ്പെടേണ്ട മീനിനെ കൊണ്ട് കല്യാണം സമർപ്പിച്ചത് നിനക്കറിയോ? എല്ലാം നിന്റെ നല്ലതിന് വേണ്ടി. അതൊന്നും നീ ചിന്തിക്കുന്നേ ഇല്ല. ഞങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം മീൻ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഒതുങ്ങി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം നീ എന്താ ചെയ്യുന്നത്? നിന്റെ ഉദ്ദേശം എനിക്ക് നന്നായിട്ടറിയാം. അത് മോനങ്ങ് മറന്നേക്ക്. എന്നിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിക്കോ. പിന്നെ പാർത്ത്, മീനോട് കോളേജിൽ പോകാൻ നീ സമ്മതിച്ചെന്ന് അവളോട് അങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സ്വഭാവം നിനക്കറിയാലോ. മീനു, നീ വിഷമിക്കണ്ട. നിർമ്മലമ്മ പറഞ്ഞില്ലേ കോളേജിൽ പൊക്കോളാൻ. പാത്തേട്ടനോട് സംസാരിക്കാന്ന്. പാത്തേട്ടൻ സമ്മതിക്കും. സമ്മതിക്കില്ലടി, എനിക്കറിയാം. എനിക്കറിയോ പാത്തേട്ടനോട് എന്തൊക്കെയാ പറഞ്ഞത്. മീനു, നീ എന്തിനോടി കിടന്ന് മൂങ്ങുന്നേ? നോക്കിങ്ങോട്ട്. ഒരു സ്ത്രീ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവിന്റെ അടിമയൊന്നുമല്ല. അവൻ പറയുന്ന എല്ലാം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. നീ അവന്റെ താഴ്ത്തോടുത്തോളേണ്ട ഒരാവശ്യവും ഇല്ല. നിനക്ക് എന്താ ചെയ്യാൻ തോന്നി അത് ചെയ്യ്. നിനക്ക് കോളേജിൽ പോകണം, നീ കോളേജിൽ പോയി നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ നീ അത് ചെയ്യ്. നീ എല്ലാത്തിനും അവനെ സംബന്ധം ചോദിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നീ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കും. നീ എന്തിനാ അവൻ പറയുന്ന കേട്ട് ജീവിക്കുന്നേ? മീനു, നീ ഇങ്ങനെ കരയല്ലേ, കരച്ചില് നിർത്ത്. നീ ഇങ്ങനെ കരയുന്ന എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിന്റെ അമ്മായിമ്മയോട് പറഞ്ഞിട്ട് കോളേജിൽ പൊക്കോളാൻ. പിന്നെ എന്താ നിനക്ക്? പിന്നെ അവന്റെ സമ്മതിച്ച് ഇമ്പോർട്ടാണ്. നിന്റെ അമ്മായിമ്മ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിക്കട്ടെ. എന്നിട്ടോ അവൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പോയി ഇവിടെ സംസാരിക്കാം. എന്നോട് ദേഷ്യം തീർക്കാൻ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ അവന്റെ കാല് പിടിക്കണമെങ്കിൽ കാലും പിടിക്കാം. അവൻ അങ്ങനെയെങ്കിലും സമ്മതിക്കുമെങ്കിൽ അങ്ങനെ ഞാൻ അവനോട് സമ്മതിപ്പിച്ചോളാം. നീ കരയരുത്. പിന്നെ എന്താണ് നിന്റെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഇതെന്തോ കണ്ണുനീരല്ലേ? പാർത്ത് സമ്മതിച്ചു. നിന്നോട് കോളേജിൽ പോകാൻ പറഞ്ഞു. ശരിക്കും പാർത്തിട്ട് സമ്മതിച്ചു? ആ, പാർത്ത് സമ്മതിച്ചു. നീ എനിക്കെതിരെ എന്റെ അമ്മയോട് പോയി പറയും അല്ലേടി? ഞാനൊന്നും പറഞ്ഞിട്ടില്ല നിർമ്മലമ്മയോട്. നീ പറയാതെ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്റെ അമ്മ ഗണിച്ചറിയോ? എടി പൊന്നു മോളെ, ഇപ്പൊ ഞാൻ നിന്നെ കോളേജിൽ പോകാൻ സമ്മതിക്കുക എന്ന് പറഞ്ഞ് നീ അതങ്ങ് മുതലെടുക്കല്ലോ.
പഠിക്കാൻ പോയ പഠിച്ചിട്ട് മര്യാദയ്ക്ക് വന്നോണം. അല്ലാതെ നിന്റെ മറ്റവനായിട്ട് പഴയ സ്നേഹം പുതുക്കാനൊക്കെ പോയെന്ന് ഞാൻ അറിഞ്ഞ എൻ്റെ സ്വഭാവം നീ അറിയും. ഞാൻ പറഞ്ഞതൊക്കെ ശരിക്കും മനസ്സിലാകാൻ ഞാൻ കരുതുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇതെന്തിനാ നിനക്കറിയോ? നീ എൻ്റെ ഭാര്യ എന്നുള്ള കാര്യം നീ ഒരിക്കലും മറന്നു പോകലും. അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണം. അതിനാ. എന്നാൽ ശരി, മോൾ കോളേജിൽ പോകാൻ ഒരുമിക്കോ.